നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് യുഎയിൽ സ്വർണത്തിന് വില കുത്തനെ കുറഞ്ഞതായുള്ള വാർത്ത പുറത്തു വന്നത്. ഇതിനു പിന്നാലെ നിരവധി പേരാണ് സ്വർണം വാങ്ങുകയും സ്വർണത്തിനായി ബുക്ക് ചെയ്യുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ വന്നത്. സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ നിരവധി പേർ സ്വർണം വാങ്ങുന്നത് പതിവാണ്. ഇത് നാട്ടിൽ കൊണ്ടുവരാറുമുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു നിർണായക വാർത്ത പുറത്തു വന്നിരിക്കുന്നു. സ്വർണം ഇറക്കുമതിക്ക് കർശന ചട്ടങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിയുമായി യുഎഇ. രാജ്യത്തെത്തുന്ന സ്വർണത്തിന്റെ ഉറവിടം വ്യക്തമായിരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമം രൂപീകരിക്കുന്നത്. ഇത് ലംഘിച്ചാൽ 50 ലക്ഷം ദിർഹം വരെയാണ് പിഴ നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പുണ്ട്. അടുത്ത വർഷം ജനുവരിയിൽ നിയമം നിലവിൽ വരുമെന്നാണ് അറിയിപ്പ്. കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാൻ സ്വീകരിക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം. നിയമം ലംഘിച്ചാൽ 50,000 ദിർഹം മുതൽ 50 ലക്ഷം ദിർഹം വരെ പിഴയായി കമ്പനികൾ നൽകേണ്ടി വരും. യുഎയിൽ 28 സ്വർണ്ണ സംസ്കരണ സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടേക്കുൾപ്പെടെ സ്വർണം എത്തിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും സൂക്ഷിക്കാനും പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്ന് പുതിയ നിയമം അനുശാസിക്കുന്നു. യുഎയിൽ സ്വർണം ഇറക്കുമതി ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടാണ് സാമ്പത്തിക മന്ത്രാലയത്തിന്റെ നിർണായക നീക്കം. അതോടൊപ്പം തന്നെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ലക്ഷ്യമിടുന്ന മേഖലകളിൽ നിന്ന് സ്വർണം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. സ്വർണം ലഭിക്കുന്ന ഉറവിടത്തെക്കുറിച്ചും അത് വിതരണം ചെയ്യുന്നവരെക്കുറിച്ചും കൈവശി വിവരങ്ങൾ സ്ഥാപനങ്ങൾ ശേഖരിച്ചിരിക്കണം. വാർഷികാടിസ്ഥാനത്തിൽ മന്ത്രാലയത്തിന് കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകളെക്കുറിച്ച് വിശദമായ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.